ഇപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ 80% ടൈമും ഞാൻ കേരള ഗവൺമെൻറ്റിന് വേണ്ടിയാണ് ചിലവാക്കിയത്. എന്നിട്ടും പിന്നെ എന്താണ് പുറത്ത് പോരേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്? പെട്ടെന്ന് ഒരു ഗവൺമെൻറ് ഓർഡർ വരുന്നു, എന്നെ 2 ആഴ്ചത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ചീഫ് സെക്രട്ടറിയോട് വിളിച്ചു ചോദിച്ചു, ഇതെന്താണ്, എനിക്ക് ഞാനൊരു അർത്ഥവും കാണുന്നില്ല, എനിക്ക് എന്തിനാണ്. പിന്നെ ഞാൻ ചീഫ് മിനിസ്റ്ററെ വിളിച്ചു. അപ്പോൾ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, അയ്യോ എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കട്ടെ എന്ന്. അദ്ദേഹത്തിന് അറിയത്തില്ല എന്നാണ് എന്നോട് ആദ്യം ഫോണിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചീഫ് മിനിസ്റ്റർ അറിയാതെയാണോ ഈ ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്? വാസുകിയെ അതേ ജോലി ഏൽപ്പിച്ചു എന്നും പറഞ്ഞ് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അപ്പൊ എന്താണ്, അവർക്ക് ആ ജോലി ആവശ്യമുണ്ട്. എക്സാക്ട്ലി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ കരയണോ ചിരിക്കണോ എന്ന് ആലോചിക്കുകയായിരുന്നു. പക്ഷെ ഇന്നും ഗൾഫിലെ സ്ത്രീകൾക്ക് താല്പര്യം ഇന്ത്യയിൽ വരാനാണ്. അവരെ ഏറ്റവും കംഫർട്ടബിൾ ഇന്ത്യയിൽ വരുമ്പോൾ എന്നുള്ളതാണ്. എൻ്റെ കൺസുലേറ്റിന് മുമ്പിൽ അർദ്ധരാത്രിയിൽ ഒരു ടാക്സി ഡ്രൈവർ ഒരു പെൺകുട്ടി ഇറക്കിയിട്ടു. ആ പെൺകുട്ടി ട്രാഫിക്കിങ്ങിന് ഇരയായി ആ ട്രാഫിക് ബസ്സിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ജനൽ ചാടി രക്ഷപ്പെട്ട് റോഡിൽ കൂടെ ഓടി അവരെ ചേസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വഴിയെ പോയ ഒരു ഇന്ത്യക്കാരൻ ടാക്സി ഡ്രൈവർ അവരെ കണ്ട് ടാക്സി കയറ്റി. ചൈനയുടെ ഭാവി ചൈനയ്ക്ക് ആർക്കും തടയാൻ പറ്റാത്ത പോലെ വളരാനുള്ള സാധ്യതയുണ്ടല്ലേ? ഇനിയും വളരും. തീർച്ചയായും വളരും. ചൈന ഓൾറെഡി വളരെ വലുതായി കഴിഞ്ഞിരിക്കുന്നു. ഭാവിയിലും ചൈന വളരും എന്നുള്ളത് ഉറപ്പാണ്. അത് ആർക്കും തടയാൻ എന്ന് പറഞ്ഞാൽ അത് തടയുന്നത് തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ. നമ്മളെപ്പോലെ ഒരിക്കൽ ഒരു പാവപ്പെട്ട വികസ്വര രാജ്യമായിരുന്ന ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു അടിമയെപ്പോലെ ജീവിച്ച ഒരു രാജ്യമാണ്. അവർക്ക് ലോകത്ത് വളരുവാനും വലുതാകുവാനും ഒരു സ്ഥാനം നേടുവാനും അർഹതയുണ്ട്. പക്ഷെ അവരുടെ വളർച്ച ബാക്കിയുള്ളവരുടെ സുരക്ഷിതത്വത്തെ ബാധിക്കരുത്. അവർ ഒരു ഹോസ്റ്റൈൽ പവറായി മാറരുത്. അവരുടെ ജനങ്ങൾക്ക് നന്മ ഉണ്ടാവുമെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ അത് ലോകത്തിൻ്റെ ആ ഒരു ബാലൻസിനെ തന്നെ അപ്സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു വളർച്ചയായി മാറുകയും അവരൊരു പുതിയൊരു ഇമ്പീരിയൽ പവറായി മാറുകയും ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അതാണ് പലർക്കും ഭയമുള്ളത്. ഈ ഹോങ്കോങ്ങും തായ്വാനും ഒക്കെ ഒരു പിടിച്ചെടുക്കും, അവരുടെ സ്വന്തമാക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ടെക്നിക്കലി ആണെങ്കിലും. അല്ല, ഹോങ്കോങ് ഓൾറെഡി ടെക്നിക്കലി അവരുടെ ഭാഗമാണ്. പക്ഷെ അവർ ഒരുപാട് ഫ്രീഡംസ് പ്രത്യേകിച്ചും ഇക്കണോമിക് സ്ഫിയറിൽ ഹോങ്കോങ്ങിന് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അത് തിരിച്ചു വന്നപ്പോൾ അത് ഒരു പരിധിവരെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പൊളിറ്റിക്കൽ കൺട്രോള് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തായ്വാൻ പരിപൂർണമായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ഇന്നും ചൈനയുമായി ഏറ്റവും കൂടുതൽ ട്രേഡുള്ള ഒരു രാജ്യമാണ്. ചൈനയുടെ ഈ ഒരു എക്കണോമിക് മിറക്കലിന് പ്രധാനപ്പെട്ട കാരണക്കാർ ഹോങ്കോങ്ങിലെയും തായ്വാനിലെയും ബിസിനസ്സുകാരാണ്. അവർ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ചൈനയ്ക്ക് ഇത്ര പെട്ടെന്ന് വളരുവാൻ സാധിച്ചത്. അപ്പോൾ തായ്വാൻ എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ഗൂസാണ്. ആ തായ്വാനെ ഫോഴ്സ് ഉപയോഗിച്ച് പിടിച്ചെടുത്താൽ ആ ഗോൾഡൻ ഗൂസിനെ കൊല്ലുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ചൈന ആഗ്രഹിക്കുന്നത് ഒരു പീസ്ഫുൾ റീയൂണിഫിക്കേഷനാണ്. ആ പീസ്ഫുൾ റീയൂണിഫിക്കേഷൻ നടന്നില്ലെങ്കിൽ ചൈനയ്ക്ക് എന്താണ് സൊല്യൂഷൻസ് ഉള്ളത് എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു ഫോഴ്സിബിളി എടുക്കാനുള്ള സാധ്യത വളരെ ഹൈ അല്ല, എന്നാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആപ്പിൾ അടക്കമുള്ള അമേരിക്കൻ കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അവരുടെ ഒരു പ്രധാന. അവർ ഇന്ത്യയിലേക്ക് മാറുവാണല്ലോ, അത് ചൈനയെ ബാധിക്കത്തില്ലേ? കമ്പനികൾ ചൈനയിൽ നിന്നും മാറുന്നുണ്ട്. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റുക എന്ന് പറയുന്നു, അവരുടെ ഉൽപ്പാദന ഫാക്ടറികളും മറ്റും. ഒരു പരിധി വരെ. അതായത് കോവിഡിന് ശേഷം ഭൂരിഭാഗം രാജ്യങ്ങളും നമ്മൾ മറ്റൊരു രാജ്യത്തിൽ ഡിപ്പെൻഡൻ്റായി ഇരിക്കരുത്. മാത്രമല്ല ചൈനയിലുള്ള ഓവർ ഡിപ്പെൻഡൻസ് കുറയ്ക്കണമെന്ന് പൊളിറ്റിക്കലായിട്ടും തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കമ്പനീസിൻ്റെ ഇടയിലും ഒരു പോളിസി ആയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം കമ്പനികളും ഷിഫ്റ്റ് ചെയ്യുന്നത് വിയറ്റ്നാമിലേക്കാണ്, ഫിലിപ്പീൻസിലേക്കാണ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക്. ഇന്ത്യയിലേക്ക് വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. നമുക്ക് ആഗ്രഹമുണ്ട് അവരാകർഷിക്കണമെന്ന്. പൊളിറ്റിക്കലി വൺസ് അഗെയിൻ ഇന്ത്യയെ ചൈനയ്ക്ക് ഒരു കൗണ്ടർ ബാലൻസായി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പല രാജ്യ നേതാക്കന്മാരും ഇന്ത്യയിലേക്ക് വരുന്നത് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് അൾട്ടിമേറ്റ്ലി വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് എടുക്കുന്ന തീരുമാനമാണ്. അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ഒരു ഈക്കോ സിസ്റ്റം ഉണ്ടാകണം. അതിന് വേണ്ടുള്ള ഫെസിലിറ്റേറ്റീവ് എൻവയൺമെൻറ്റ് ഉണ്ടാവണം. ഇന്നും നമ്മളെക്കാൾ നല്ലൊരു എൻവയൺമെൻറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പലർക്കുമാണ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്കാണ് ഒഴുക്ക് കൂടുതൽ.
അതേസമയം ചൈനയും ചൈനയിലെ ആ ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് പെട്ടെന്ന് പറിച്ച് മാറ്റാൻ സാധിക്കുന്നതില്ല. അപ്പോൾ അവരെല്ലാം ചൈനയിലെ പ്രവർത്തനങ്ങളും തുടരുന്നു. അമേരിക്കയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? ഞാൻ അമേരിക്കയിൽ 2 പ്രാവശ്യം ആണ് ഔദ്യോഗിക ദൗത്യമായി പോയത്. ആദ്യം ഒരു സെബാറ്റിക്കലിന് ഏഷ്യ ഫൗണ്ടേഷൻ്റെ ഒരു ഫെലോ ആയിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട തിങ്ക് ടാങ്ക് സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് 6 മാസം അക്കാഡമിക് ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനായിട്ട് അയച്ചു. അതിനുശേഷം ഇന്ത്യൻ എംബസിയിൽ അവിടുത്തെ വൺസ് അഗെയിൻ പ്രസ് ഇൻഫർമേഷൻ കൾച്ചർ കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ റാങ്കുള്ള പദവിയിൽ 2 വർഷത്തോളം വർക്ക് ചെയ്തു. അമേരിക്ക അനുഭവം എന്താ പറയുന്നത്? അമേരിക്കക്കാർക്ക് സ്വതവേ ഒരു അഹങ്കാരം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അമേരിക്കയുടെ ഭൂരിഭാഗം അമേരിക്കക്കാരെ നമ്മൾ എടുത്തു നോക്കിയാൽ വളരെ സിമ്പിൾ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അധികം ലോകത്തെക്കുറിച്ചൊന്നും അറിവില്ല. അവർക്ക് അധികം കോംപ്ലക്സിറ്റീസ് നാവിഗേറ്റ് ചെയ്ത് പരിചയമുള്ള ആൾക്കാരല്ല. അതുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇത്രയും വലിയ സക്സസ് ആവുന്നത്. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു വളർന്നത് തൊട്ട് നമ്മൾ ഭാഷയുടെയും ജാതിയുടെയും മതത്തിൻ്റെയും ജോഗ്രഫിക്കൽ റീജൻ്റെയും കൾച്ചറിൻ്റെയും കോംപ്ലക്സിറ്റീസ് നാവിഗേറ്റ് ചെയ്ത് പഠിക്കുന്നവരാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും അവിടെ ചെന്നാൽ ഇന്ത്യക്കാർക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സൊസൈറ്റിയാണ്, ഒരു വെൽക്കമിങ് സൊസൈറ്റിയാണ്. ആർക്കും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന രാജ്യം തോന്നല്ലേ ചൈന? വളരെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രാജ്യമാണ്. പക്ഷെ നമ്മളെപ്പോലെ ആ ഒരു ഡെമോക്രസിയുടെ സ്ട്രെങ്സും വീക്ക്നെസ്സും രണ്ടും കാണാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അവരുടെ എലീറ്റ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ എലീറ്റാണ്, ഒരു വേൾഡ് ക്ലാസ് എലീറ്റാണ്. പക്ഷേ ആ മിഡിൽ അമേരിക്ക എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ ലോകത്തെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. വലിയൊരു സെക്ഷൻ പാവപ്പെട്ട ആൾക്കാരുണ്ട്, ഹോംലെസ് ആയിട്ട് ആൾക്കാരുണ്ട്. ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ചൈന. ഗൾഫ് രാജ്യങ്ങൾ അങ്ങ് യു എയിലായിരുന്നോ? ദുബായിലായിരുന്നു. ദുബായിലെ ഇന്ത്യൻ കൺസുൽ ജനറൽ ആയിരുന്നു. കോൺസുൽ ജനറൽ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ആ ടോപ്പ് അവിടുത്തെ എംബസി അല്ല അതല്ലേ? എംബസി അബുദാബിയിലാണ്. ഓക്കെ. ദുബായിൽ ഇന്ത്യൻ കൺസുലേറ്റ്. അപ്പോൾ എംബസിയാണ് അംബാസഡർ. എംബസിയിലാണ് അംബാസഡർ. അപ്പോൾ അദ്ദേഹമാണ് ടോപ്പ്. അദ്ദേഹമാണ് ടോപ്പ്. പക്ഷേ അബുദാബിയിലെ എംബസി പ്രധാനമായിട്ടും അബുദാബിയാണ് നോക്കുന്നത്. ശരി. ദുബായിലെ ഇന്ത്യൻ കൺസുലേറ്റ് ആണ് ബാക്കി യു എയിലെ എമിറേറ്റ്സിൻ്റെ ഉത്തരവാദിത്വമുള്ളത്. ദുബായ്, ഷാർജ, റാസൽ ഖൈമ, ഫുജേറ, ഉമൽ ക്വെയിൻ, ഈ എമിറേറ്റ്സിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ദുബായിലാണ്. അറബികളുമായിട്ട് ചേർന്നുള്ള പ്രവർത്തനം എങ്ങനെയാണ് അങ്ങ്? വളരെ നല്ലതായിരുന്നു. അതും എന്നെ സംബന്ധിച്ചോളം വലിയൊരു ഐ ഓപ്പണറായിരുന്നു. അതായത് നമ്മൾ ഇന്ത്യയിൽ നിന്നും ഇൻക്ലൂഡിങ് കേരളത്തിൽ നിന്നും ഗൾഫിനെ ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ടാണ് കാണുന്നത്. എല്ലാവരും എന്തോ സൗദി അറേബ്യ പോലെയാണ് എന്നുള്ളൊരു ധാരണയാണ് ഭൂരിഭാഗം ആൾക്കാർക്കുള്ളത്. പിന്നെ നമുക്ക് അവരുടെ എന്തെല്ലാം പുരോഗതി ഉണ്ടായിട്ടുണ്ട്, അവർക്ക് നമ്മളുമായി എത്ര അടുത്ത ബന്ധമുണ്ട്, നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് ഗൾഫിലെ അറബ്സിന് ഇന്ത്യയോട് ഒരുപാട് സ്നേഹമുണ്ട്. അവിടെയും പ്രായമായ ആൾക്കാർ ഉറ്റുനോക്കിയിരുന്നത് ബോംബെയിലേക്ക് വരാനുള്ള അവസരങ്ങൾക്കാണ്. അവരുടെ പഠനം ഷാർജ റൂളർ ബോംബെയിൽ വന്ന് പഠിച്ചിട്ടുണ്ട്. പലരും ചികിത്സയ്ക്കായിട്ട് ബോംബെയിലാണ് വന്നത്. ഓയിൽ ഡിസ്കവർ ചെയ്യുന്നത് വരെ ഇന്ത്യ ആയിരുന്നു അവരുടെ മെയിൻ ഹബ്. ഇന്ത്യൻ റുപ്പി ആയിരുന്നു അവരുടെ കറൻസി. ശരി. ഇന്ത്യൻ സ്റ്റാമ്പ്സ് അവിടെ യൂസ് ചെയ്തിരുന്നു. മാത്രമല്ല ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഗൾഫിൻ്റെ മുഴുവൻ പ്രൊട്ടക്ഷൻ ബോംബെയിൽ നിന്നുള്ള ഇന്ത്യൻ നേവി ആയിരുന്നു. സോ ഗൾഫും ഇന്ത്യയും തമ്മിൽ സെഞ്ചുറീസ് ആയിട്ടുള്ളൊരു അടുത്ത ബന്ധമുണ്ട്. അത് ഓയിൽ ബൂമിന് ശേഷമാണ് പണം ഒരുപാട് വന്നപ്പോൾ അവരും വെസ്റ്റിനെ നോക്കാൻ തുടങ്ങി. ഇന്ന് അവരുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ വെസ്റ്റിനോട് ഒരുപാട് താല്പര്യമുള്ളവരുണ്ട്, അവിടെ പോയി പഠിച്ചവരുണ്ട്, അവിടെ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇന്നും ഗൾഫിലെ സ്ത്രീകൾക്ക് താല്പര്യം ഇന്ത്യയിൽ വരാനാണ്. അവരെ ഏറ്റവും കംഫർട്ടബിൾ ഇന്ത്യയിൽ വരുമ്പോൾ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഗൾഫുമായുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഒരുപാട് അഭിമാനിക്കാം. പക്ഷേ ഇന്നും നമ്മളതൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗാണ്. ഇനിയും നമുക്ക് എത്രയോ കൂടുതൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളും യു എ പോലൊരു രാജ്യമായിട്ടുള്ള ബന്ധം, കേരളവും യു എ പോലുള്ള രാജ്യമായ ബന്ധം നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റ് വളരെ ചുരുങ്ങിയ നമ്പേഴ്സാണ്. ഇനിയും എത്രയോ കൂടുതൽ ടൂറിസ്റ്റിനെ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. ആയുർവേദത്തെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല സാമ്പത്തിക രംഗത്തും നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടുത്തെ പ്രധാനപ്പെട്ട NRIs ആണ് കേരളത്തിലെ ചില പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സ്. യൂസഫ് അലി ആണെങ്കിലും ഡോക്ടർ ആസാദ് മൂപ്പനാണെങ്കിലും ഒമാനിലെ മുഹമ്മദ് അലി ആണെങ്കിലും ഇവരെല്ലാം കേരളത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്.
പക്ഷേ NRIs അല്ലാതെ ഗൾഫിലെ മെയിൻ സ്ട്രീം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കണം. ഇവിടെ നമ്മൾ നടത്തിയിട്ടുള്ള ഒന്ന് ആ ഒരു സ്മാർട്ട് സിറ്റി ടികോമായിട്ട് കൊച്ചിയിലുണ്ടായിരുന്നത് അതൊരു അതൊന്നും ആയില്ലല്ലോ. പരാജയമാണ്. പിന്നെ ദുബായ് പോർട്സ് വേൾഡിൻ്റെ നമുക്ക് ഈ ഷിപ്പിംഗ് ടെർമിനൽ ഇവിടെ ഉണ്ട്, അതൊരു കണ്ടെയ്നർ ടെർമിനൽ. അതെ, കണ്ടെയ്നർ ടെർമിനൽ അതൊരു കൊച്ചിയിൽ അതൊരു പരിധിവരെ വിജയമാണ്. പക്ഷെ ഇനിയും എത്രയോ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാനുള്ള സ്കോപ്പുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്. എന്തെങ്കിലും അങ്ങ് പ്രത്യേകം ചെയ്തിരുന്നോ? മലയാളികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നോ? ഒരുപാട് ചെയ്യുവാൻ സാധിച്ചു. സത്യം പറഞ്ഞാൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഏത് പോസ്റ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്നുള്ളത്. എൻ്റെ പോസ്റ്റിങ്സ് എല്ലാം നല്ല പോസ്റ്റിങ്സ് ആയിരുന്നു. അതിന് ഞാൻ ഭാഗ്യവാനാണ്. എനിക്ക് ഒരുപാട് ഈശ്വരനോടും സീനിയേഴ്സിനോടും എല്ലാം നന്ദിയുണ്ട്. ഞാൻ ഹോങ്കോങ്ങിൽ വർക്ക് ചെയ്തു, ബീജിങ്ങിൽ വർക്ക് ചെയ്തു, അതിനുശേഷം ജനീവയിൽ വർക്ക് ചെയ്തു, സ്വിറ്റ്സർലൻഡ് ജനീവയിൽ. പിന്നീട് വാഷിങ്ടൺ DC വർക്ക് ചെയ്തു, ഏറ്റവും അവസാനം നെതർലൻഡ്സിൽ വർക്ക് ചെയ്തു. എന്നാൽ ഈ പോസ്റ്റിങ്സ് എല്ലാം താരതമ്യപ്പെടുത്തുമ്പോൾ ദുബായ് ആയിരുന്നു ഏറ്റവും പ്രൊഡക്റ്റീവ്, ഏറ്റവും ഫുൾഫില്ലിങ്. അതിന് കാരണം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദുബായിലാണ് ഒരു നയതന്ത്ര പ്രതിനിധി ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും അവർക്ക് വേണ്ടിയുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്യുന്നത്. അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെ വലുതാണ്. അവരുടെ പ്രശ്നങ്ങളും അവരുടെ ആവശ്യങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തരുന്ന റിസോഴ്സസ് മാത്രം സാധിക്കില്ല. അപ്പോൾ അവിടുത്തെ കൺസൽ ജനറൽ എന്ന് പറയുന്നത് എന്താണ് ചീഫ് കോർഡിനേറ്റർ ഓഫ് ഓൾ കമ്മ്യൂണിറ്റി അസോസിയേഷൻസ്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത്സ് മുഴുവൻ ഉപയോഗിച്ചേ നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന വേറൊരു സ്ഥലവും ഉണ്ടാവില്ല. അമേരിക്കയിലെല്ലാം നമുക്ക് ദുബായിൽ കിട്ടുന്ന പോലെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സപ്പോർട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എംബസിയുടെയും കോൺസുലേറ്റൊക്കെ സഹായം ഇല്ലാതെ ഇവിടെ പാടാൻ തോന്നും ഗൾഫിലൊക്കെ, അല്ലേ? മറ്റിടത്ത് നമുക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തിരിക്കാം. അതെ, മറ്റിടത്ത് പിന്നെ അമേരിക്കൻ സിറ്റിസൺസുമായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ അതിനുപരി ഇന്ത്യയെ പോലെ അവിടെയും അവരുടെ സൊസൈറ്റിക്കുള്ളിൽ മെക്കാനിസംസ് ഉണ്ട്. ഗൾഫിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയില്ല. അപ്പോൾ ഒരു ലോക്കൽ MLA പഞ്ചായത്ത് മെമ്പറോട് ചെന്ന് നമുക്കൊരു പരാതി പറയുവാൻ സാധിക്കില്ല. അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് മീഡിയ അല്ല. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അത് മീഡിയയിൽ വരില്ല. പിന്നെ ഭാഷ അറിയില്ല. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ എൻവയൺമെൻറ്റിലാണ്. പലപ്പോഴും നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാർ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ വന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു തേർഡ് കൺട്രി നാഷണൽസ് ആണ്. അത് നെസസറിലി അറബ്സ് ആണെന്ന് പറയണ്ട. പിന്നെ ആ പ്രധാനപ്പെട്ട അറബ്സിൻ്റെ നമ്പേഴ്സ് വളരെ ചെറുതാവുമ്പോൾ അവരെ അക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാലും എളുപ്പമല്ല. അവിടുത്തെ ഒരു പോലീസ് ചീഫിനെ കണ്ട ഒരു പരാതി പറയുക എന്ന് പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇതെല്ലാം കാരണം അവർക്ക് ഏറ്റവും ഈസിലി അക്സസിബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കൺസുലേറ്റ് ആണ്. അപ്പോൾ ഏത് പ്രശ്നം വന്നാലും അത് ഇന്ത്യൻ കൺസുലേറ്റിൻ്റെ മുമ്പാകെയാണ് വരുന്നത്. അതിന് എങ്ങനെയെങ്കിലും നമുക്ക് പരിഹാരം കണ്ടെത്തണം എന്നുള്ളൊരു സിറ്റുവേഷൻ. ഒരു ഉദാഹരണത്തിന് ഞാൻ ദുബായ് ചെന്നപ്പോൾ ആദ്യം നേരിട്ട ഒരു പ്രശ്നം, എൻ്റെ കൺസുലേറ്റിന് മുമ്പിൽ അർദ്ധരാത്രിയിൽ ഒരു ടാക്സി ഡ്രൈവർ ഒരു പെൺകുട്ടി ഇറക്കി വിട്ടു. ആ പെൺകുട്ടി ട്രാഫിക്കിങ്ങിന് ഇരയായി. ആ ട്രാഫിക് റേസിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ജനൽ ചാടി രക്ഷപ്പെട്ട് റോഡിൽ കൂടെ ഓടി അവരെ ചേസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വഴിയെ പോയ ഒരു ഇന്ത്യക്കാരൻ ടാക്സി ഡ്രൈവർ അവരെ കണ്ട് ടാക്സി കയറ്റി രക്ഷപ്പെടുത്തി കഴിഞ്ഞ് അയാളെ എവിടെ കൊണ്ടുപോകും? അയാൾ മിക്കവാറും ഒരു ബാച്ചലേഴ്സിൻ്റെ ഡോർമെറ്ററിൽ എവിടെയെങ്കിലും ആയിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അവർ നേരെ കൺസുലേറ്റിലാണ് കൊണ്ടുവിടുന്നത്. അപ്പോൾ കൺസുലേറ്റിൽ നമുക്ക് അപ്പോൾ നമുക്കും ഇവർ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആകുമ്പോൾ നമ്മളൊന്നും ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊന്നും ഇല്ലാത്തതുപോലെ പല ഗൾഫ് കൺട്രികളിലും, പ്രത്യേകിച്ചും ദുബായിലൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളൊരു വിമൻസ് ഷെൽട്ടർ നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ്റിനോട് പറഞ്ഞാൽ ഗവൺമെൻറ് അനുവാദം പോലും തരില്ല. അപ്പോൾ അതിനുവേണ്ടി റിസോഴ്സസ് കണ്ടുപിടിക്കണം, അതിനുവേണ്ടി സെക്യൂരിറ്റി ഉണ്ടാക്കണം. അവിടെ ഈ സ്ത്രീകൾ വന്നാൽ അവരെ നോക്കാനായിട്ടുള്ള ആരെങ്കിലും ഒരാളെ എംപ്ലോയ് ചെയ്യണം. ഒരു അല്പം പ്രായമായ സ്ത്രീ, അവർക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് വരുവാണ്. അപ്പോൾ അവരുടെ പേഴ്സണൽ ടോയ്ലറ്ററീസ് പോലും ഇല്ലാതെ വരുമ്പോൾ അവരെ അതിനുവേണ്ടി സഹായിക്കണം. പിന്നെ അവരുടെ ഡോക്യുമെൻറ്റ്സ് ആദ്യം പലരും ചെയ്യുന്നത് ഇവരുടെ പാസ്പോർട്ട് മേടിച്ചെടുത്തിട്ട് ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പുതിയ പാസ്പോർട്ട് ഉണ്ടാക്കണം, അവർക്ക് വണ്ടിക്കൂലി കണ്ടെത്തണം, അവരെ തിരിച്ച് നാട്ടിലേക്ക് വിടണം. അവിടെയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പലർക്കും നാട്ടിൽ വന്ന് ഇത് പരസ്യമായാൽ വലിയ മാനക്കേടാണ്. ഞാൻ ട്രാഫിക്കിങ്ങിനെ അവരെന്തെങ്കിലും നല്ല ജോലിക്കായിട്ട് ഞാൻ പോകുന്നു
ആയിരിക്കുമല്ലോ പറഞ്ഞത്. അപ്പോൾ അത് അല്ല, ഞാനൊരു ട്രാഫിക്കിങ്ങിന് ഇരയായ വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് മാനക്കേടാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു കോംപ്ലക്സ് സിറ്റുവേഷനിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അതിലൊക്കെ ഒരുപാട് ചെയ്യുവാൻ സാധിച്ചു എന്ന് വിശ്വാസമുണ്ട്. അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു കേരളത്തിലെ ഹോം മിനിസ്റ്റർ. കോടിയേരി ടൂറിസം മിനിസ്റ്ററും കൂടിയായിരുന്നു. അദ്ദേഹം ഒരു ടൂറിസം ഫെയറിന് ദുബായിൽ വന്നപ്പോൾ എൻ്റെ കൺസുലേറ്റിൽ വിളിച്ചു വരുത്തി ഷെൽട്ടറിലുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ വിളിച്ച് പുള്ളിയായി സംസാരിപ്പിച്ച്. ആ സ്ത്രീകളിൽ ഒരാൾ ഒരു പോലീസുകാരൻ്റെ വൈഫായിരുന്നു. അദ്ദേഹം തന്നെ അതിശയപ്പെട്ടു പോയി. അപ്പോൾ ഏറ്റവും കൂടുതൽ കോടിയേരിയോട് അന്ന് ആവശ്യപ്പെട്ടത് ഈ സ്ത്രീകളെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുമ്പോൾ അവർ റിസീവ് ചെയ്യാൻ ആരെങ്കിലും എയർപോർട്ടിലുണ്ടാവണം. അവർ എയർപോർട്ടിൽ നിന്നും വീട് വരെ സുരക്ഷിതമായി എത്തുന്നു എന്നത് ഉറപ്പുവരുത്താൻ ആരെങ്കിലും വേണം എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഇതുപോലെ ആരോ ഒരാൾ ഗൾഫിലെ ഒരു രാജ്യത്തിൽ നിന്ന് രക്ഷിച്ച് നാട്ടിലേക്ക് വിട്ടു, നാട്ടിൽ വന്നിറങ്ങിയ ഉടനെ അടുത്ത ഫ്ലൈറ്റിൽ അവരെ കയറ്റി വീണ്ടും പുറത്തേക്ക് പറഞ്ഞു വിട്ടു എന്നുള്ളത്. സോ ഗൾഫിലെ ഈ ഇഷ്യൂസ് എല്ലാം വളരെ കോംപ്ലക്സ് ആണ്. പക്ഷെ അവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അത് സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ എടുത്തത് ഈ വെൽഫെയർ ഇഷ്യൂസ് ആയിരുന്നു. ഞാൻ ആദ്യം ചെയ്തത് അവിടുത്തെ ലേബർ ക്യാമ്പ് വിസിറ്റ് ചെയ്യുക, അവിടുത്തെ ജയിൽ വിസിറ്റ് ചെയ്യുക, ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ സമ്മറിൽ സൺസ്ട്രോക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഓൾ കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് അസോസിയേഷനുമായി ചേർന്ന് വലിയൊരു ക്യാമ്പയിൻ തന്നെ നടത്തി. ജനങ്ങളെ പല ഭാഷകളിൽ ബോധ്യപ്പെടുത്താനായിട്ട് എങ്ങനെ ചൂടിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളത്. പിന്നെ ലേബർ ക്യാമ്പ്സിൽ ആക്ടിവിറ്റീസ് ഞാൻ നമ്മുടെ അക്കാഫ് എന്ന് പറഞ്ഞ ഓൾ കേരള കോളേജ് അലുമിനി ഫെഡറേഷൻ, അപ്പോൾ അവർ എന്നെ ഒരിക്കൽ ഓണത്തിന് ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആദ്യത്തെ ഓണം ലേബർ ക്യാമ്പിലായിക്കൂടെ എന്ന്. ഇന്നും അന്ന് തുടങ്ങിയൊരു പ്രാക്ടീസ് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആദ്യം അവർ ഓണം ഉണ്ണുന്നതിന് മുമ്പ് ലേബർ ക്യാമ്പിൽ ചെന്ന് ലേബർ ക്യാമ്പിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു ഓണസദ്യ വിളമ്പിയിട്ടാണ് അക്കാഫ് ഓണാഘോഷങ്ങൾ നടത്തുന്നത്. ഇനി നമ്മൾ ഒരു പ്രധാന സ്ഥലത്തൂടെ പോയിട്ട് വേണം, നമുക്ക് വേറെ പ്രധാന കാര്യമുണ്ട്. സാറിന് സമയം തീർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നെതർലൻഡ്സിലൂടെ പോകണം. തീർച്ചയായും. സാർ അവിടെയായിരുന്നു റിട്ടയർ ചെയ്തതല്ലേ? നെതർലൻഡ്സിൽ നിന്നായിരുന്നു. എത്ര കാലം അവിടെ? 7 വർഷം. 3 വർഷം അവിടുത്തെ അംബാസഡർ ആയിരുന്നു. നെതർലൻഡ്സും കേരളവും തമ്മിൽ വലിയ ബന്ധമില്ല. അത് അവർക്ക് ആ ചരിത്രമൊക്കെ അറിയാം. നമ്മളോടുള്ള അടുപ്പത്തെക്കുറിച്ച് അവർക്ക് ഇല്ല. അവർക്ക് കേരളം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് അറിയാമെന്നല്ലാതെ പഴയ ഡച്ച് ഭരണത്തെക്കുറിച്ച് അവർക്ക് വലിയ സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. വളരെ രസകരമായ ഒരു വിഷയമാണിത്. നമുക്ക് ഡച്ചുകാരുമായിട്ടുള്ള ഒരു ബന്ധം ഒരു പരിധിവരെ നമ്മളത് റൊമാൻറ്റൈസ് ചെയ്യുന്നു. അതെ അതെ. ആദ്യം വന്നത് പോർച്ചുഗീസാണ്. അവർ ഭയങ്കര റിലീജിയസ്ലി ഓർത്തഡോക്സും കൺവേർഷനിൽ വിശ്വസിച്ച ആൾക്കാരാണ്. അതെ, ഈവൻ കാത്തലിക്സിനെ പോലും, ഇവിടുത്തെ സിറിയൻ കാത്തലിക്സിനെ പോലും ഒരു കാത്തലിക്. അതെ. അപ്പോൾ അവരുടെ ഒരു റൂൾ വളരെ ഹാർഷായിരുന്നു. അവരെക്കുറിച്ച് ആർക്കും അധികം നല്ല അഭിപ്രായമില്ല. അവസാനം വന്നതും ഏറ്റവും നീണ്ട കാലം നിന്നതും ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരോടാണ് നമ്മുടെ ദേഷ്യമല്ല. അപ്പോൾ ഡച്ചുകാരെ നമ്മൾ എന്തൊക്കെയോ അവർ ചെയ്തു, നല്ല കുഴപ്പമില്ല എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് നെതർലൻഡ്സിലെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരു ചീത്ത പേരാണ്. അത് ശരി. അത് ആരും ഓണപ്പ് ചെയ്യാൻ സാധിക്കില്ല. അത് ഒരു പരിധിവരെ ഞാൻ അവരെ സല്യൂട്ട് ചെയ്യുന്നു. ബിക്കോസ് അവരുടെ ഒരു വേണ്ടി വന്നാൽ ഇടതുപക്ഷ ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ഒരു റിഫോം മെൻറ്റാലിറ്റി കാരണമാണ്. അവർ പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ലേവറി നടത്തിയിട്ടുണ്ട്, ഇന്തോനേഷ്യയിൽ ഒരുപാട് ക്രൂരതകൾ നടത്തിയിട്ടുണ്ട്, ഇവിടെയും സൗത്ത് ആഫ്രിക്കയിൽ ഇവിടെ ഉണ്ടായിരുന്നു, അടിമ ചന്തയുണ്ടായിരുന്നു അവർക്ക്. കൊച്ചിയിൽ നിന്നും ഇവിടുത്തെ ഒരു കൊച്ചി ബിയനാലയിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും വന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു പ്രദർശനം ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ കൊച്ചിയിൽ നിന്നും കൊണ്ടുപോയ കൊച്ചു കുട്ടികൾ സ്ലേവ്സ് ആയിട്ടുള്ളതിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. ഇവർ ഈ സ്ലേവ്സ് ഒളിച്ചോടി പോയതെന്ന് പറഞ്ഞ് ഒരു രാജ്യത്തിൽ നിന്നുള്ള സ്ലേവ്സ് എടുത്ത് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരുപാട് ക്രൂരതയ്ക്ക് കാരണമായിരുന്നു എന്ന് ഇന്നത്തെ ഡച്ച് സൊസൈറ്റിക്ക് അറിയാം. അതുകൊണ്ട് അവർ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് അവർക്കൊരു നാണമാണ്, അവർക്കൊരു വിഷമമാണ്. അതിൽ അവിടെയും കുറച്ച് റൈറ്റ് വിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചരിത്രത്തെ നമുക്ക് മാറ്റുവാൻ സാധിക്കില്ല, ഇത് ചരിത്രത്തിൽ നടന്നതാണ്, നമ്മളത് മറക്കണം, ഇനി മുന്നോട്ട് പോകണം. പക്ഷെ ഒരുപാട് പേര് അല്ല, ആ ചരിത്രം ഒരിക്കലും ആവർത്തിക്കരുത്. അവരുടെ നാഷണൽ മ്യൂസിയം സ്ലേവറിയെക്കുറിച്ചൊരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. അവരുടെ ഒരു നഗരത്തിൽ കൂൺ എന്ന് പറഞ്ഞ ഒരു ജനറലിന് വേണ്ടി ഒരു സ്റ്റാച്യു ഉണ്ട്.
ഈ കൂണിനെ വിളിച്ചിരുന്നത് ബുച്ചർ ഓഫ് ബാണ്ട എന്നാണ്. ബാണ്ട എന്ന ഒരു ഐലൻഡിൽ നട്ട്മെഗ് കൾട്ടിവേഷൻ ലോകത്തെ ഏറ്റവും നല്ലതായിരുന്നു. ഇന്തോനേഷ്യയുടെ ഒരു ഐലൻഡാണ്. അവരുടെ നട്ട്മെഗ് കൾട്ടിവേഷൻ മുഴുവൻ നശിപ്പിച്ച് അവിടുത്തെ ആൾക്കാർ മുഴുവൻ ഇയാൾ കൊന്നു. ഡച്ച് ട്രേഡിന് കോമ്പറ്റീഷൻ ആകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റാച്യു തല്ലിപ്പൊളിച്ച് താഴെ ഇടണം എന്ന് പറഞ്ഞ് വലിയൊരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അല്ല, സ്റ്റാച്യു നിലനിർത്തണം എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അവസാനം അവരൊരു റെഫറൻഡം പോലെ നടത്തി അവർ തീരുമാനിച്ചത് സ്റ്റാച്യു നിൽക്കും, പക്ഷെ സ്റ്റാച്യുവിൽ അയാൾ ചെയ്ത ക്രൂരകൃത്യങ്ങൾ എഴുതി വയ്ക്കും. ഇതൊരു പാഠമായിരിക്കണം, ലോകത്തെങ്ങും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹിസ്റ്ററി അവരെ സംബന്ധിച്ചോളം അവർക്ക് സന്തോഷം നൽകുന്ന ഒരു ഹിസ്റ്ററിയില്ല. മാത്രമല്ല ഇന്നും അവരുടെ പല ഫേമസ് പെയിൻറ്റിങ്സ്, മ്യൂസിയം, രാജാവ് ഉപയോഗിക്കുന്ന ചാരിയറ്റ് വരെ ആൾക്കാർ എതിർക്കുന്നുണ്ട്. ആ ചാരിയറ്റിൽ ഉള്ള പടങ്ങളിൽ എവിടെയോ ഒരു കൊച്ചു കറുത്ത കുട്ടിയുണ്ട്. ആ കുട്ടിയെ സ്ലേവായിട്ട് ആഫ്രിക്കയിൽ നിന്നോ സൗത്ത് അമേരിക്കയിൽ നിന്നോ നെതർലൻഡ്സിൽ കൊണ്ടുവന്ന് ഈ രാജകുടുംബത്തിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ആ ചാരിയറ്റ് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല, ഇന്നത്തെ ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ തിരുവിതാംകൂർ രാജാവ് അവരെ തോൽപ്പിച്ചത് കൊണ്ടും അവരുടെ സേനാധിപനെ നമ്മുടെ ഇവിടുത്തെ സേനാധിപനെ ആക്കിയത് കൊണ്ടുള്ള ഒരു പോസിറ്റീവ് കാര്യം കൂടെ നമുക്കുണ്ട്. അങ്ങനെ പശ്ചാത്തലമുണ്ട്. അല്ല, അത് ശരിയാണ്. കൊളച്ചൽ യുദ്ധത്തിൽ സംഭവിച്ചത്. പക്ഷെ അവിടെയും ഈ കൊളച്ചൽ യുദ്ധത്തിനെ കുറിച്ചും തിരുവിതാംകൂർ മഹാരാജാവിന്റെ വിജയത്തെക്കുറിച്ചും നമ്മൾ മാത്രമേ പറയുന്നുള്ളൂ. അവർക്ക് വിദേശ സ്കോളേഴ്സ് എത്ര പേര് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, അങ്ങനെ താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ പലരും വിചാരിച്ചിരിക്കുന്ന കൊള്ളച്ചൽ കാരണമാണ് ഡച്ചുകാർ ഇന്ത്യ വിട്ടുപോയി. അങ്ങനെയാണല്ലോ നമ്മുടെ. നേരെ മറിച്ച് യൂറോപ്പിൽ അന്ന് സംഭവിച്ചിരുന്നത് ഫ്രാൻസിന്റെ നേതാവായിരുന്ന നെപ്പോളിയൻ നെതർലൻഡ്സ് ആക്രമിച്ച് നെതർലൻഡ്സ് മുഴുവൻ കീഴടക്കി. ഫ്രാൻസിന്റെ പൊസിഷനായി മാറി. രാജാവ് നെതർലൻഡ്സിൽ നിന്നും ഒളിച്ചോടി UK പോയി. എന്നിട്ട് ലോകമെമ്പാടുമുള്ള ഡച്ച് പൊസിഷൻസ് ഫ്രഞ്ചുകാർ ഏറ്റെടുക്കും എന്ന ഭയമുള്ളതുകൊണ്ട് ഡച്ച് രാജാവ് കത്ത് എഴുതി എല്ലാ ഡച്ച് ഗവർണേഴ്സിനോടും പറഞ്ഞു, നിങ്ങളുടെ പൊസിഷൻസ് മുഴുവൻ നിങ്ങൾ ബ്രിട്ടീഷുകാരെ ഹാൻഡ് ഓവർ ചെയ്യുക, എനിക്ക് നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല, ബ്രിട്ടീഷുകാർ നോക്കട്ടെ ഈ പൊസിഷൻസ്. പിന്നെ ബ്രിട്ടീഷുകാരല്ലേ, അവരുടെ കയ്യിൽ എന്തെങ്കിലും വന്നാൽ വിട്ടു പോവോ? അപ്പോൾ ഈ നെതർലൻഡ്സ് എന്തുകൊണ്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ വിട്ടുപോയി എന്നുള്ളതിന് ഒരു ഇൻ്റർനാഷണൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതിന് നമ്മൾ ഇവിടെ പ്രാധാന്യം കാണുന്നില്ല. നമ്മുടെ ഒരു നല്ലൊരു കഥ. പിന്നെ ഈ ഡിലനോയ് എന്ന് പറയുന്ന വ്യക്തി തന്നെ അവിടെ ഒട്ടും അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ഡിലനോയ് അവിടെ ആൾക്കാർ കാണുന്ന ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇൻ്റർനാഷണൽ കമ്പനിയായിരുന്നു. അപ്പോൾ അതിൽ ലോകമെമ്പാടുമുള്ള ആൾക്കാർ മെർസിനറീസ് ആയിട്ട് വന്ന് ജോയിൻ ചെയ്തിരുന്നു. അത് അവർ പണത്തിന് വേണ്ടിയും ഒരു അഡ്വഞ്ചറിനും വേണ്ടിയും വന്ന് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അവർ ആ ഒരു ഇൻ്റർനാഷണൽ ആർമിയുടെ ഒരു അംഗമായിരുന്നു. നമുക്ക് ഇനി പ്രധാനമായിട്ട് പോകേണ്ടത്, അങ്ങ് റിട്ടയർ ചെയ്ത് നെതർലൻഡ്സ് റിട്ടയർ ചെയ്ത് തിരിച്ചു വന്നു. ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് പഴയൊരു കോൺഗ്രസ്സുകാരൻ വീണ്ടും സജീവമായ രാഷ്ട്രീയത്തിൽ വരും, അല്ലെങ്കിൽ നാടിന് വേണ്ടി എന്തെങ്കിലും കുറച്ച് വരും. പക്ഷെ അങ്ങ് ഡൽഹി ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ കാര്യം എന്നാ? ഞാൻ തിരിച്ചു വന്നിട്ട് ആദ്യം വന്നത് കേരളത്തിലേക്ക് തന്നെയാണ്. കേരളത്തിലും ഡൽഹിയിൽ ഇത്രയധികം ബന്ധങ്ങളും ഒരു ബേസും ഉള്ളതുകൊണ്ട് ഡൽഹി പരിപൂർണമായിട്ട് വിടുന്നതിൽ അർത്ഥം ഞാൻ കണ്ടില്ല. എന്നാൽ കേരളത്തിനും ഡൽഹിയിലും നിന്ന് പ്രവർത്തിക്കണം. ഞാൻ സർവീസിൽ ഉണ്ടായിരുന്നപ്പോൾ എന്നാലാകുന്ന പരമാവധി എന്നും കേരളത്തിന് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ദുബായിലായിരുന്നപ്പോഴും അതുപോലെ തന്നെ നെതർലൻഡ്സിലായിരുന്നപ്പോഴും നെതർലൻഡ്സിലും ഒരുപാട് ചെയ്യുവാൻ സാധിച്ചു. അപ്പോൾ അത് തുടരണം തന്നെയാണ്. പക്ഷേ വന്ന ശേഷം ഞാനൊരു 2 വർഷം കേരള ഗവൺമെൻറ്റിനോടൊപ്പം വർക്ക് ചെയ്തിരുന്നു. പക്ഷെ അതിനും ബേസ് ഡൽഹി തന്നെയായിരുന്നു. ഡൽഹിയിൽ ബേസ് ചെയ്തുകൊണ്ട് കേരളത്തിൽ വന്നു പോവുക എന്നുള്ളൊരു പ്രാക്ടീസ് ആയിരുന്നു അന്ന് ഫോളോ ചെയ്യുന്നത്. ആ കേരള ഗവൺമെൻറ്റിൻ്റെ ദൗത്യം കഴിഞ്ഞ സെപ്റ്റംബറിൽ വിട്ട ശേഷം അവിടെ ഡൽഹിയിലൊരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ബന്ധപ്പെടാം എന്നുള്ളൊരു. എന്തായിരുന്നു സർക്കാർ ഏൽപ്പിച്ചിരുന്ന ജോലി? ചീഫ് സെക്രട്ടറി റാങ്കിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ടായിരുന്നു. എന്തായിരുന്നു ജോലി? സർക്കാർ ഏൽപ്പിച്ച ജോലി എക്സ്റ്റേണൽ കോഓപ്പറേഷൻ എന്നായിരുന്നു അതിൻ്റെ ഡെസിഗ്നേഷൻ. അത് ഒരുപാട് അന്നത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയുടെ ക്ഷണപ്രകാരമാണ് ഞാൻ ആ ഒരു ദൗത്യം ഏറ്റെടുത്തത്. അതിന് ചീഫ് മിനിസ്റ്ററിൻ്റെയും ക്യാബിനറ്റിൻ്റെയും അപ്രൂവൽ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹമാണ് അത് ഇനിഷ്യേറ്റ് ചെയ്തത്. ഞാൻ ഡൽഹിയിൽ നിന്നും റിട്ടയർ ചെയ്ത് തിരിച്ചു വന്നിട്ട് ഡോക്ടർ ജോയ് ചാർജ് എടുത്ത് പുള്ളിയെ ആദ്യമായി കണ്ടപ്പോൾ ഡോക്ടർ ജോയ് എന്നോട് പറഞ്ഞത് ഒരുപാട് ഫോറിൻ കാര്യങ്ങൾ
പുള്ളിയുടെ ടേബിളിൽ വരുന്നുണ്ട്. ഒരുപാട് എംബസികൾ കത്തയക്കുന്നു. അതെല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള സമയം പുള്ളിക്ക് കിട്ടാറില്ല. എന്നെപ്പോലുള്ള ഒരാൾ സഹായിക്കാനുണ്ടെങ്കിൽ അവർക്ക് വലിയ ഉപകാരമായിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ, കേരളത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു ഡിസ്കഷനാണ്. അപ്പോൾ ആ ഡിസ്കഷനിൽ ജോയുമായിട്ട് പല റൗണ്ട് ഡിസ്കഷൻ നടത്തി. ഞാൻ തന്നെ കൊടുത്ത ഒരു മാൻഡേറ്റാണ് OSD എക്സ്റ്റേണൽ കോഓപ്പറേഷനുള്ള ഒരു മാൻഡേറ്റായിട്ട് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത്. അതിൽ പ്രധാനമായിട്ടും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ആയിട്ടുള്ള ഒരു ലൈസനും ഡൽഹിയിലും സൗത്ത് ഇന്ത്യയിലുമുള്ള ഇന്ത്യൻ ഫോറിൻ എംബസീസും കൺസുലേറ്റ്സും അതുപോലെ വിദേശത്തുള്ള ഇന്ത്യൻ എംബസീസും കൺസുലേറ്റ്സുമായിട്ടുള്ള കോൺടാക്ട്സും എല്ലാ വിധത്തിലും കേരള ഗവൺമെൻറ്റിന് എങ്ങനെ വിദേശ സഹകരണത്തിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുവാൻ സാധിക്കും എന്നതിൻ്റെ ഒരു അന്വേഷണവും അതിൻ്റെ ഫോളോ അപ്പും. ഡോക്ടർ ജോയ് പ്രത്യേകം പറഞ്ഞത് ഒരു അഡ്വൈസറായിട്ട് പേര് വയ്ക്കുന്നതിൽ അർത്ഥമില്ല, പുള്ളിക്ക് അതൊരു എക്സിക്യൂട്ടീവ് എബിലിറ്റി ഉള്ള ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് OSD എന്ന് വെച്ചത് എന്ന്. പ്രതിഫലം ഉണ്ടായിരുന്നു, ഒരു ഓണറേറിയം ഉണ്ടായിരുന്നു, മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പാർട്ട് ടൈം കൺസെപ്റ്റ് ഞാൻ അന്ന് തന്നെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അവിടെ പഠിപ്പിച്ചു തുടങ്ങിയിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ ജോലി തുടരും, അതായിരിക്കും മെയിൻ പ്രതിഫലം. കേരള ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഓണറേറിയം ഉണ്ടാകും. ഇതൊരു പാർട്ട് ടൈം റെസ്പോൺസിബിലിറ്റി ആയിട്ട് കേരള ഗവൺമെൻറ് എന്നിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. എന്നാൽ ജോലി ചെയ്തു വന്നപ്പോൾ നമുക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കും എന്ന് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ 80% ടൈമും ഞാൻ കേരള ഗവൺമെൻറ്റിന് വേണ്ടിയാണ് ചിലവാക്കിയത്. എന്നിട്ടും പിന്നെ എന്താണ് പുറത്തു പോരേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്? അത് ഇന്നും എനിക്ക് ഒരു പരിധിവരെ ഒരു മിസ്റ്ററിയാണ്. പക്ഷേ എൻ്റെ കാലാവധി ആദ്യം 1 വർഷവും പിന്നീട് 2ാം വർഷവും നീട്ടിയതാണ്. അപ്പോൾ എനിക്ക് നൽകിയിരുന്ന എല്ലാ സൂചനയും ആ എക്സ്റ്റൻഷൻ വീണ്ടും ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴത്തേക്കും ആ 2ാം വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കേരളത്തിൽ ചീഫ് സെക്രട്ടറി മാറി. ഡോക്ടർ ജോയ് വിരമിച്ചു, ഡോക്ടർ വേണു ചീഫ് സെക്രട്ടറി ആയിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നും ക്ലിയറായിട്ടൊരു സിഗ്നൽ ഇല്ലായിരുന്നു. എനിക്ക് തന്നെ ഞാൻ തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകണോ, നിർത്തണോ, പിന്നോട്ട് പോകണോ, എന്ത് ചെയ്യണം എന്നറിയാതിരുന്നു. അപ്പോൾ ചീഫ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ ചീഫ് മിനിസ്റ്റർ എക്സ്റ്റൻഷൻ ഉണ്ടാവും എന്നുള്ളൊരു സൂചനയാണ് നൽകിയത്. ചീഫ് സെക്രട്ടറിയിൽ നിന്നും വ്യക്തമായൊരു മറുപടി ഇല്ലായിരുന്നു. പിന്നെ അവസാനം പെട്ടെന്ന് ഒരു ദിവസം ഒരു വാട്സാപ്പ് മെസ്സേജിൽ സോറി ദർ ഇസ് നോ എക്സ്റ്റൻഷൻ എന്നൊരു മെസ്സേജ് കിട്ടി. അതിൻ്റെ ഒരു 2 മണിക്കൂറിന് ശേഷം പെട്ടെന്ന് ഒരു ഗവൺമെൻറ് ഓർഡർ വരുന്നു, എന്നെ 2 ആഴ്ചത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ചീഫ് സെക്രട്ടറിയോട് വിളിച്ചു ചോദിച്ചു, ഇതെന്താണ്, എനിക്ക് ഞാനൊരു അർത്ഥവും കാണുന്നില്ല, എനിക്ക് എന്തിന് 2 ആഴ്ചത്തെ എക്സ്റ്റൻഷൻ, എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്റ്റൻഷൻ ആവശ്യമില്ല എന്ന് ഞാൻ അറിയിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ചീഫ് മിനിസ്റ്ററെ വിളിച്ചു. അപ്പോൾ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, അയ്യോ എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കട്ടെ എന്ന്. അദ്ദേഹത്തിന് അറിയത്തില്ല എന്നാണ് എന്നോട് ആദ്യം ഫോണിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചീഫ് മിനിസ്റ്റർ അറിയാതെയാണോ ഈ ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്, ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചു. പിന്നെ എനിക്ക് അതിനെക്കുറിച്ചൊരു മറുപടി കിട്ടിയില്ല. അതിനുശേഷം ഞാൻ ചീഫ് മിനിസ്റ്റർ ഡൽഹിയിൽ ചീഫ് മിനിസ്റ്റർ വന്ന സമയത്ത്, അപ്പോൾ ഞാൻ അപ്പോഴും എൻ്റെ ധാരണ ചീഫ് മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ച അനുസരിച്ച് എക്സ്റ്റൻഷൻ ഉണ്ടാകും എന്നുള്ളതായിരുന്നു. ചീഫ് മിനിസ്റ്റർ ചെന്ന് കണ്ടപ്പോൾ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, അല്ല എക്സ്റ്റൻഷൻ പറ്റില്ല, ഔദ്യോഗിക വൃന്ദങ്ങൾ എതിരാണ്. ഓക്കെ. ഞാൻ പിന്നെ പറഞ്ഞു, സിവിൽ IAS ആയിരിക്കണം ഔദ്യോഗിക വൃന്ദങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ ഒരു നാച്ചുറലായിട്ടും ഇത് കുറേ ഞാൻ വന്ന് പ്രവർത്തിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ബ്യൂറോക്രാറ്റിക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജോയുടെ പിന്തുണ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രവർത്തിക്കാൻ സാധിച്ചത്. ചീഫ് മിനിസ്റ്ററും അതിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ റെസിസ്റ്റൻസും ഇതിനെ മറികടക്കാനായി പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടാകണം, അല്ലെങ്കിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കണം, എനിക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് പല പ്രാവശ്യം ഞാൻ അവർ 2 പേരെ അറിയിച്ചതാണ്, ചീഫ് മിനിസ്റ്റർ അറിയിച്ചതാണ്. പക്ഷെ അതിലൊരു നടപടി ഉണ്ടായില്ല. നേരെ മറിച്ച് എക്സ്റ്റൻഷൻ വേണ്ട എന്ന് വെക്കുകയാണല്ലോ. അപ്പോഴങ്ങ് രാജിവെച്ചു, പിന്നെ വേണ്ട 2 ആഴ്ച അല്ല. അപ്പോൾ 2 ആഴ്ചത്തെ എക്സ്റ്റൻഷനിൽ അർത്ഥമില്ല, താങ്ക് യു വെരി മച്ച്, എന്നാലാണ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഐ വിഷ് യു ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഈ ഒരു അവസരം നൽകിയതിന് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ ഗ്രേസ്ഫുള്ളായിട്ട് അങ്ങ് പിന്മാറാൻ തീരുമാനിച്ചു. ഇന്നൊരു പത്രവാർത്ത കണ്ടു, വാസുകിയെ അതേ ജോലി ഏൽപ്പിച്ചു എന്നും പറഞ്ഞ്, കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, അവർക്ക് ആ ജോലി ആവശ്യമുണ്ട്. എക്സാക്ട്ലി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ കരയണോ ചിരിക്കണോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഒരു പരിധിവരെ ഞാൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എൻ്റെ അഭാവം കേരളത്തിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ഒരു പോസ്റ്റിന് ഒരു ലോജിക് ഉണ്ടായിരുന്നു.
അതിനൊരു ആവശ്യമുണ്ടായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ തുടങ്ങി അതെല്ലാം പകുതിയിൽ വിട്ടിട്ട് പോയല്ലോ എന്നുള്ള ദുഃഖം എനിക്കുണ്ടായിരുന്നു. എത്തരം വർക്കാണ് ഒരെണ്ണം പറയാമോ ഉദാഹരണം? എൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതൊരു യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമാണ്. എന്നെ അപ്പോയിൻ്റ് ചെയ്ത് ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് യുക്രൈനിലെ യുദ്ധം തുടങ്ങുന്നത്. യുക്രൈനിലെ യുദ്ധം തുടങ്ങിയപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും മലയാളി വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഡയറക്ഷൻസ് ഇല്ലായിരുന്നു. അവർക്ക് ക്ലിയറായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ഈ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടണം, നാട്ടിലേക്ക് വരാൻ സാധിക്കുമോ, എപ്പോൾ നാട്ടിലേക്ക് വരാൻ സാധിക്കുമോ എന്നെല്ലാം അവർക്ക് ഉത്തരങ്ങളില്ലായിരുന്നു. കേരളത്തിലെ മാധ്യമ രംഗം വളരെ സജീവമായി അവിടെ നിന്നുള്ള സ്റ്റുഡൻസിനെയും അവരുടെ പേരൻസിനെയും അവിടെ ജീവിക്കുന്ന ആൾക്കാരെ എല്ലാം ഇവിടെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് സ്റ്റോറീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു എക്സാക്റ്റ് ഇൻഫർമേഷൻ വളരെ ആവശ്യമായിരുന്നു. അവർക്കൊരു ഹോപ്പ് ആവശ്യമായിരുന്നു. ഡൽഹിയിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരു സംസ്ഥാനത്തിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. അവരുടെ മുഴുവൻ രാജ്യത്തെയും നോക്കേണ്ട ആൾക്കാരാണ്. എല്ലാ ആൾക്കാരും അവർക്ക് തുല്യ പ്രാധാന്യമാണ്. അപ്പോൾ അവിടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ആയിട്ടുള്ള എൻ്റെ കോൺടാക്ട്സ്, യുക്രൈനിലെ അംബാസഡർ ആയിട്ടുള്ള കോൺടാക്ട്സ്, റഷ്യയിലെ അംബാസഡർ ആയിട്ടുള്ള കോൺടാക്ട്സ്, അതുപോലെ കേരളത്തിലെ മീഡിയയും കേരള ഗവൺമെൻറ്റും നോർക്ക ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഏകീകരിച്ച് ഈ സ്റ്റുഡൻസിനെ സേഫായിട്ട് തിരിച്ചു കൊണ്ടുവരികയും അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് അവർക്കൊരു ആശ്വാസം നൽകുകയും അവരുടെ പേരൻസിൻ്റെ ചോദ്യങ്ങൾക്ക് ഇവിടെ ഉത്തരം നൽകുകയും എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഈ കേരള ഗവൺമെൻറ് പല അപ്പോയിൻമെൻറ്റ്സും, പ്രത്യേകിച്ചും എൻ്റെ അപ്പോയിൻമെൻറ്റ് ഒരു പ്രശ്നം പറഞ്ഞ് എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. പക്ഷേ സ്റ്റാഫില്ല, റൂമില്ല, കാറില്ല, എല്ലാം പിന്നെ അന്വേഷിച്ച് നടക്കണം എന്നുള്ളൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഒരു വളരെ കുറഞ്ഞ ഒരു സപ്പോർട്ടും ഇല്ലാതെ പിന്നെ നിർബന്ധിച്ച് ആരെങ്കിലും ഒരു അസിസ്റ്റൻ്റെങ്കിലും വേണം, ഒരു ഫോൺ എടുക്കാനെങ്കിലും ഒരാളെ വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ആളെ സംഘടിപ്പിച്ച് ഈ ഒരു ക്രൈസിസിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റോള് പ്ലേ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളത്, ഇത് നാളെയും സംഭവിക്കാം. ഇന്നലെ അത് യുക്രൈനിലായിരുന്നു, പക്ഷേ മലയാളികൾ ലോകമെമ്പാടുമുണ്ട്. ഇവിടെയാണ് ഒരു ക്രൈസിസ് എപ്പോൾ പൊട്ടിപ്പുറപ്പെടും എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. ആ ക്രൈസിസിൽ അവരെ രക്ഷിച്ച് നാട്ടിൽ കൊണ്ടെത്തിക്കുക, അവർക്ക് വേണ്ട വിവരങ്ങൾ അവരിയ്ക്കുന്ന സ്ഥലത്ത് എത്തിക്കുക, അവരുടെ ബന്ധുക്കൾക്ക്, കേരളത്തിലുള്ളവർക്ക് വേണ്ട വിവരങ്ങൾ എത്തിക്കുക, കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ നടത്തുക. എന്നാൽ ഇതെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പോസ്റ്റ് ഡൽഹിയിലുണ്ടാകുന്നത് ഉത്തമമാണ്. ഇതുപോലെ ഒരു ഫോറിൻ മിനിസ്ട്രിയെ നന്നായി അറിയുകയും മുൻ ഫോറിൻ സർവീസ് ഓഫീസറെയും കൊണ്ടുവന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ വാസുകിയെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അവരെ ഒരു എസെൻഷ്യലി ഫയൽസും റെക്കോർഡ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിട്ടേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്കവിടെ കേരള ഹൗസിൽ ഉണ്ടായിരുന്നപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ എല്ലാ സീനിയർ ഓഫീസേഴ്സിനോടും ആക്സസ് ഉണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ അംബാസിഡേഴ്സിനെ എപ്പോൾ വേണമെങ്കിലും ഫോണിൽ വിളിച്ച് അവരുമായി ചർച്ച ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുപോലെ ഡൽഹിയിലെ എംബസീസും അംബാസിഡേഴ്സും വളരെ സന്തോഷത്തോടു കൂടിയാണ് എന്നെ റിസീവ് ചെയ്യുകയും കേരളവുമായുള്ള കോഓപ്പറേഷൻ എങ്ങനെ ശക്തിപ്പെടുത്തണം, കേരളം എപ്പോൾ വിസിറ്റ് ചെയ്യാൻ സാധിക്കും എന്നെല്ലാം ചർച്ചകൾ നടത്തിയത്. അപ്പോൾ വളരെ ആവശ്യമുള്ള, അല്ലെങ്കിൽ കേരളത്തിന് നന്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പൊസിഷനായിരുന്നു. അതിപ്പോൾ 10 വർഷം ഡിസ്കണ്ടിന്യൂ ചെയ്ത് വേറൊരു രൂപത്തിൽ റീഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്ക് വേണ്ടത് ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. ഞാൻ ഈ ജോലിയിലേക്ക് വന്നപ്പോൾ കണ്ടത്, കേരള മുഖ്യമന്ത്രി പല ഫോറിൻ വിസിറ്റ്സ് ഞാൻ ഈ പൊസിഷൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നെതർലൻഡ്സിലും സന്ദർശിച്ചു, ഞാൻ അംബാസഡർ ആയിരുന്നപ്പോൾ. പക്ഷേ നെതർലൻഡ്സിൽ ഞാൻ വളരെ മെറ്റിക്കുലസ് ആയിട്ട് അവിടെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ എന്തൊക്കെയായിരുന്നു, ആരൊക്കെ മീറ്റ് ചെയ്തു, ഫോളോ അപ്പിന് വേണ്ടി ഒരു വലിയൊരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കി കേരള ഗവൺമെൻറ്റിൽ അന്നത്തെ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തു. അങ്ങനെ ഒരുപാട് ഫോളോ അപ്പ് ചെയ്യാൻ സാധിച്ചു. ഇന്നും വിദേശ സഹകരണത്തിൽ ഏറ്റവും വലിയൊരു വിജയം നെതർലൻഡ്സാണ് കേരളത്തെ സംബന്ധിച്ചോളം. അതിനെക്കുറിച്ച് അല്ല, ഞാൻ പറയാം അതിനെക്കുറിച്ച്. പക്ഷെ അതിനു മുമ്പ് ചീഫ് മിനിസ്റ്റർ ജപ്പാനിൽ പോയതിനെ കുറിച്ച്, ചീഫ് മിനിസ്റ്റർ സ്വിറ്റ്സർലൻഡിനെ പോയതിനെ കുറിച്ച് ഒരു രേഖയും അവൈലബിൾ അല്ല. ചീഫ് മിനിസ്റ്റർ പല പ്രാവശ്യം UAE പോയിട്ടുണ്ട്, പല ലീഡേഴ്സിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു രേഖയും അവൈലബിൾ അല്ല. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഫോറിൻ സർവീസിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഹോംവർക്ക് ഉണ്ടാവണം. നമ്മൾ നന്നായി പഠിച്ചിട്ടേ
ഒരു കാര്യത്തിന് ഇറങ്ങാവൂ. 2, എന്ത് ചർച്ച ചെയ്താലും അതിന് മെറ്റിക്കുലസ് ആയിട്ട് റെക്കോർഡ്സ് ഉണ്ടാവും. നാളെ നമ്മൾ തിരിഞ്ഞു നോക്കി എന്താണ് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ റെഫർ ചെയ്യാൻ സാധിക്കണം. നാളെ ഞാനിവിടെ ഇല്ല, വേറൊരു ഓഫീസർ വന്നു, എന്താണ് ചർച്ച ചെയ്തു എന്നറിയണമെങ്കിൽ നോക്കാനായിട്ടൊരു റെക്കോർഡ് ഉണ്ടാവണം. പിന്നെ 3, ഫോളോ അപ്പ് ഉണ്ടാവണം. കേരള ഗവൺമെൻറ് പല കാര്യങ്ങളിലും ഏറ്റവും വലിയ പരാജയമാവുന്നത് ഫോളോ അപ്പിലാണ്. നമ്മൾ പെട്ടെന്ന് പത്രക്കാരോട് ഓരോ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നു, എന്നാൽ ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നെതർലൻഡ്സിൻ്റെ കാര്യം എടുത്താൽ, സത്യം പറഞ്ഞാൽ നെതർലൻഡ്സ് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഞാൻ നെതർലൻഡ്സിൽ ആ അംബാസഡർ ആയിരുന്നപ്പോൾ തുടങ്ങിയ പല കാര്യങ്ങളും ഈ OSD ആയിരുന്ന കാലഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാന ഭാഗം വാട്ടർ കോർപ്പറേഷനെ കുറിച്ചാണ്. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റും നെതർലൻഡ്സ് ഗവൺമെൻറ്റും തമ്മിൽ വെള്ള സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു കോഓപ്പറേഷനായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ കീഴിലെ ഒരു പ്രധാന പില്ലറാണ് കേരളവുമായിട്ടുള്ള കോഓപ്പറേഷൻ. ഇത് 2018 ഫ്ലഡ്സിന് ശേഷം കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സമ്മതത്തോടുകൂടി നെതർലൻഡ്സ് ഗവൺമെൻറ്റിനോട് സഹായം റിക്വസ്റ്റ് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ ഡച്ച് എക്സ്പേർട്സ് കേരളത്തിൽ വന്ന് നമ്മുടെ വാട്ടർ എഞ്ചിനീയേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നുണ്ട്. അവരിന്നും കൂടുതൽ സഹായം നൽകാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ റൂം ഫോർ ദ റിവർ എന്ന് പറയുന്ന അവരുടെ ഒരു ആശയമാണ്. അത് അവരുടെ രാജ്യത്തിൽ അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ ആശയത്തെ കണ്ട് നമ്മളിവിടെ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്ത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, റൂം ഫോർ ദ പമ്പ എന്ന് പറഞ്ഞ്. പക്ഷെ അത് സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് അത് ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് അച്ചീവ് ചെയ്താലേ നമുക്കൊരു മാറ്റം വരുത്തുവാൻ സാധിക്കുള്ളൂ. ഇന്ന് ലോകമെമ്പാടും എക്സ്ട്രീം ക്ലൈമാറ്റിക് ഈവൻറ്റ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം പോലൊരു സംസ്ഥാനത്തിൽ നമുക്ക് 44 നദികളുണ്ട്, നീണ്ട കോസ്റ്റ് ലൈനുണ്ട്, വളരെ ഫ്രജൈലായിട്ടുള്ള വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്. ഇവിടെയെല്ലാം നമുക്ക് ഈ വെള്ളം സംബന്ധമായ കാര്യങ്ങൾ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി ആയിരിക്കണം. ഡച്ച് എക്സ്പേർട്സ് ഇവിടെ വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്കെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് അറിയാത്ത ടെക്നോളജി ഇല്ല, നിങ്ങൾക്ക് അറിയാത്ത സോഫ്റ്റ്വെയർ ഇല്ല, മോഡലിംഗ് ചെയ്യാനുള്ള കമ്പ്യൂട്ടേഴ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ഉണ്ട്, പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഫോറിൻ എക്സ്പെർട്ടീസിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഇടയിലും ഇന്ത്യക്കുള്ളിലും വിദേശത്തുള്ള NRIസിൻ്റെ ഇടയിലും ഇഷ്ടം പോലെ എക്സ്പെർട്ടീസ് ഉണ്ട്. ആരും നിങ്ങളെ വന്ന് സഹായിക്കാൻ തയ്യാറാണ്. പക്ഷെ അത് നടപ്പിലാക്കണം. അതൊരു കോർഡിനേറ്റഡ് ആയിട്ടൊരു ഒരു മിഷൻ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോൾ അവിടെയാണ് നമുക്ക് പരാജയം പറ്റുന്നത്. സമയം കഴിഞ്ഞിരിക്കുന്നു. സാറിന്, എനിക്കല്ല, സാറിന് പോകേണ്ടത് കൊണ്ട് ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുന്നു. ഇലക്ഷനിൽ മത്സരിക്കാനോ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനോ എന്തെങ്കിലും ഒരു വിദൂരമായ താല്പര്യമെങ്കിലും ഉണ്ടോ? ഈ ഇലക്ഷൻ പലപ്പോഴും പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, പത്ര സുഹൃത്തുക്കൾ പലപ്പോഴും ഇങ്ങനെ നമ്മുടെ പേര് ഫ്ലോട്ട് ചെയ്ത് ഒരു സ്പെക്കുലേഷൻ ആക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് ഉറച്ച വിശ്വാസങ്ങളുണ്ട്. ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ സംവിധാനത്തെ ശക്തിപ്പെടുത്തണം, അതിന് കൂടുതൽ ഊർജം നൽകണം, അത് നേരിടുന്ന വെല്ലുവിളികൾ നമുക്ക് നേരിടുവാൻ സാധിക്കണം. അതുപോലെ കേരളം വികസിക്കണം, ഇന്ത്യ വികസിക്കണം. അത് നമ്മളൊരു സെക്കുലർ സൊസൈറ്റി ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. നമ്മളുടെ ഇടയിലെ സോഷ്യൽ ഹാർമണി ഉണ്ടായാലേ ഈ വികസനം നടക്കുകയുള്ളൂ, നമുക്ക് ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നെല്ലാം വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതിന് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ പോയി അന്വേഷിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ എൻ്റെ സാഹചര്യത്തിൽ ഞാൻ ചെറുപ്പക്കാരൻ, ഒരു KSUകാരനായിരുന്നെങ്കിൽ നമുക്കിത് അന്വേഷിച്ചു പോയായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഞാനൊരു റിട്ടയർഡ് അംബാസഡറാണ്, ഞാനൊരു പ്രൊഫസർ ഓഫ് ഡിപ്ലോമാറ്റിക് പ്രാക്ടീസാണ്. എന്നെ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ പല സഹായങ്ങൾക്കും വരുന്നുണ്ട്. അവരെ ഞാൻ പരമാവധി സഹായിക്കുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ നിന്നും എഡ്യൂക്കേഷൻ സെക്ടറിൽ നിന്നും എല്ലാം. രാഷ്ട്രീയത്തിൽ ആർക്കെങ്കിലും നമ്മളെ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ അത് പരിഗണിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. നിങ്ങളെപ്പോലുള്ളവരൊക്കെ വരട്ടെ എന്നുള്ളത്. താങ്ക് യു.